എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലർക്ക് സാധ്യതാ പട്ടിക 12 ജില്ലകളിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇനി ഇടുക്കിയും കൊല്ലവും ആണ് പ്രസിദ്ധീകരിക്കാനുള്ളത്. പ്രസ്തുത ജില്ലകളുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് കുറച്ച് ദിവസത്തെ താമസം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ കൊല്ലം ജില്ലയിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുകയും, എന്നാൽ ഇടുക്കി ജില്ലയിലെ സാധ്യതാ പട്ടിക ഒരു 2 ആഴ്ചത്തെ താമസം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും മറ്റു നടപടികളൊക്കെ തന്നെ പൂർത്തിയാകാനുള്ള കാലതാമസം നേരിട്ടതാണ്. ഇടുക്കി ജില്ലയിലെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള കാലതാമസം നേരിട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചത്തെ താമസം കൂടി ഉണ്ടാകുമെന്നാണ് PSC ഓഫീസിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാധ്യതാ പട്ടിക മൊത്തം കേരളത്തിലെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ച എല്ലാ ജില്ലകളുടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2737 പേരുടെ കുറവാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിൽ നല്ലധികം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ 48നും 55നും ഒക്കെ ഇടയ്ക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്കെങ്കിൽ ഇപ്രാവശ്യം 57 മുതൽ 72.67 വരെ ആയിട്ട് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് ഓഫ് മാർക്ക് കൂട്ടിയത് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്ക് പരമാവധി ഉയർത്തി ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ ഓരോ ജില്ലയിലും കുറവ് വരുത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നിയമനങ്ങളിലൊക്കെ തന്നെ വളരെ കുറവായിട്ടാണ് മുൻ വർഷങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ നിയമനങ്ങൾ ഓരോ വർഷവും കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി നിലവിൽ റാങ്ക് ലിസ്റ്റ് തീരാനുള്ളത് കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഏകദേശം 4 മാസം മിച്ചമേ ഉള്ളൂ. അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് കൂടുതൽ നിയമനങ്ങൾ ഈ വർഷം നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ജില്ലകളുടെ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതിയോടുകൂടി തന്നെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളുടെയും കൂടെ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനാണ് PSCയുടെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ നിയമനങ്ങൾ പരമാവധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിയമനങ്ങൾ പരമാവധി നടക്കുകയുള്ളൂ. നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും സസൂക്ഷ്മം തങ്ങളുടെ ആവശ്യമാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നാലേ മാത്രം പോരാ, റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഉണ്ടാകുന്നത്. തങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രവർത്തിച്ച് ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ഇറങ്ങി ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ നന്നായിട്ട് നിയമനങ്ങൾ നടത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന പോലെ തന്നെയാണ് ജോലി നേടുന്നവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളത് സസൂക്ഷ്മം നിരീക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും രാപകലില്ലാതെ അധ്വാനിച്ച് തങ്ങളുടെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഓരോ ജില്ലയിലുമുള്ള ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികൾ വെറുതെ ലിസ്റ്റ് വന്ന് പോകാതെ എല്ലാ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ക്രമീകരിക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.